വൽ അസുർ എന്നതിന്റെ ഒരു വിവക്ഷയാണത്. എന്തേ കാലത്തെ സത്യം ചെയ്യുന്നത്? കാലം എന്ന് പറയുന്നത് അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതമാണ്. കാലത്തിന്റെ ചലനം, അതിന്റെ നിയന്ത്രണം, അതിന്റെ വ്യത്യസ്തതകൾ, വിവിധ രൂപത്തിലുള്ള ആ കാലത്തിന്റെ ഗമനം, സുഗമമായ അതിന്റെ നടത്തിപ്പ്, അതിന്റെ രാവും പകലും, ഗ്രീഷ്മകാലവും അതുപോലെ തന്നെ ഉഷ്ണകാലവും ശൈത്യകാലവും ഹേമന്തകാലവും വസന്തകാലവും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന കാലം മനുഷ്യനെ വലിയൊരു വിഷയം പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നത്? ഈ രൂപത്തിൽ കാലം സ്വമേധയാ സഞ്ചരിക്കാൻ ഒരു നിലക്കും കഴിയില്ല. കാലം ഈ രൂപത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ആ സഞ്ചാരത്തിന്റെ പിന്നിൽ ഒരു ചാലക ശക്തിയുണ്ട്. കാലത്തെപ്പറ്റി പഠിക്കുന്ന മനുഷ്യൻ തീർത്തും അവന്റെ പഠനം എത്തിച്ചേരുന്നത് ഈ കാലത്തെ നിയന്ത്രിക്കുന്നൊരു നിയന്താവുണ്ട്. തീർച്ചയാണ് കാലത്തെ നിയന്ത്രിക്കുന്ന നിയന്താവുണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ ആ നിയന്താവ് ആരാണ്? ആ നിയന്ത്രിക്കുന്നവൻ ആരാണ്? അന്നഹു ഹുവല്ലാഹ്. അത് പരമശക്തിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം ഈ രൂപത്തിൽ നിയന്ത്രിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഈ രൂപത്തിൽ ഇതിനെ കൂട്ടിയോജിപ്പിക്കാനും ഇതിനെ ചലിപ്പിക്കാനും അല്ലാഹുവിന് മാത്രമേ കഴിയൂ. കാലത്തിന്റെ ഗമനം എന്തൊരു സൗന്ദര്യമാണ് സഹോദരങ്ങളെ! രാവും പകലും ഒരുപോലെയാണോ? അല്ല. രാത്രി സമയത്തൊരാൾ ഉറങ്ങുന്നതും പകല് സമയത്തൊരാൾ ഉറങ്ങുന്നതും അയാളുടെ ശരീരത്തിന്റെ ആരോഗ്യഘടനയ്ക്ക് എത്ര വലിയ മാറ്റമുണ്ട്! തീർത്തും മാറ്റമുണ്ട്. രാത്രി ഉറക്കമൊഴിച്ചാൽ ആ ഉറക്കിന് പകരമാകില്ലല്ലോ പകലിലെ ഉറക്കം. മുഴുവനായി രാത്രി ഉറക്കം ഒഴിക്കുന്ന ഒരാൾക്ക് എത്ര പകലിൽ ഉറങ്ങിയാലും രാത്രിയുടെ ഉറക്കത്തിന്റെ പകരമാകില്ല അതൊന്നും. രാത്രിയുടെ ഉറക്കത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് സംവിധാനിച്ചത്? ആരോഗ്യത്തിന്റെ ഒരു പ്രത്യേക സൗന്ദര്യം സംവിധാനിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതേ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവെ ശാന്തമായ രൂപത്തിലല്ലേ രാത്രിയെ സംവിധാനിച്ചിരിക്കുന്നത്? പകല് അങ്ങനെയല്ലല്ലോ. പകല് ചലിക്കുന്ന രൂപത്തിലാണ് പകലിനെ സംവിധാനിച്ചിരിക്കുന്നത്. സജീവതയുടെ രൂപമാണ് പകല്. രാത്രി പൊതുവെ നിശ്ചലമായ രൂപമാണ്. രണ്ട് സമയവും റബ്ബ് സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചു കൊണ്ടുവരുന്നത് ഓരോ ജീവികളുടെയും ഓരോ സൃഷ്ടിയുടെയും വളർച്ചക്കും അതിന്റെ വികസനത്തിനും അതിന്റെ എല്ലാവിധ സൗന്ദര്യത്തിനും രാവും പകലും വ്യത്യസ്ത പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട്